ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ യേശുവിനെ പിടിച്ചവർ പരിഹസിച്ചു, കണ്ണുകെട്ടി, തല്ലി എന്നൊക്കെ നമ്മളോട് വായിക്കും. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമുക്ക് പകരക്കാരനായി ഇതെല്ലാം സഹിക്കേണ്ടി വന്നു. തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത നാമാണ് ആ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നത്. എന്നാൽ പകരക്കാരനായ യേശു അതെല്ലാം ഏറ്റെടുത്ത് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണ്. ആ യേശുവിൻ്റെ സ്നേഹം നമ്മൾ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും പോകരുത്. ഒരിക്കലും നാം ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. നമ്മൾ വന്നതല്ലല്ലോ, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. നമ്മൾ നിന്നതല്ല, ഇതുവരെയും ദൈവം നമ്മളെ നിർത്തി, ക്രിസ്തു എന്ന പാറമേൽ നിർത്തി, അല്ലേ? നമ്മെ സ്നേഹിച്ച സ്നേഹം, പെറ്റമ്മയേക്കാൾ ആർദ്രവാനായി സ്നേഹിക്കുന്ന ഒരു സ്നേഹം യേശുവിൽ നിന്നുണ്ടായി. ആ സ്നേഹമാണ് നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ച് നടത്തിയത്. ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകളൊക്കെ കർത്താവ് തന്നതാണ്, നമ്മളായിട്ടൊന്നും നേടിയതല്ല. എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കി കൃപയിൽ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും ഉപദേശിച്ച് വഴി നടത്തുകയാണ് നിത്യതയെക്കുറിച്ച്, അല്ലേ? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്നുണ്ട്, ജാതിയോട് വെല്ലുവിളിക്കുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ്, വാഗ്ദത്ത ദൂതുകളാണ്. ഇതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുവാനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതിനുവേണ്ടി നാം ദൈവസന്നദ്ധിയിൽ വിശുദ്ധിയോടെ നിൽക്കണം. പാപം ചെയ്യാതെ, ദോഷം ചെയ്യാതെ, അവിശ്വസ്തരാകാതെ വിശ്വസ്തരായി കർത്താവിൻ്റെ മണവാട്ടിയാകുവാനുള്ള ഒരുക്കത്തോടെ കൃപയിൽ നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മളെ അധികമധികമായി അനുഗ്രഹിച്ച് സഹായിക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിൽ നമുക്ക് അതിൻ്റേതായ സമൃദ്ധിയും അനുഗ്രഹങ്ങളും വിടുതലുകളും കാണാനായിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ നാം ഒരുങ്ങുക. നമ്മുടെ നാടും വീടും ഇവിടെ അല്ലല്ലോ, നമ്മുടെ പൗരത്വം ഇവിടെ അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പൗരത്വമുള്ള നാട്ടിൽ നമുക്ക് പോകാൻ, നമ്മുടെ വീട്ടിൽ ചെല്ലുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുക. കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വസ്തരായിരിക്കുക. നമ്മളെ സ്നേഹിച്ച സ്നേഹം മറന്നു കളയരുത്. ഈ സ്നേഹത്തിൽ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.